മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളിലും ചെടിച്ചട്ടിലൊക്കെ ഇഴഞ്ഞ് നടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് ചേരാട്ടകൾ. അപ്പോൾ ചേരാട്ടയെക്കുറിച്ച് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ഒരു ശല്യം കൂടി ചേരാട്ടകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നശിപ്പിച്ച് കളയാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒച്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒച്ചിനെ നശിപ്പിക്കുന്ന വീഡിയോയിലും ഒരുപാട് പേര് ഇതുപോലെ ചേരാട്ടയെ കൊല്ലാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചേരാട്ട എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് അകറ്റി നിർത്തുക, എങ്ങനെയാണ് വെറ്റുകളെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ ചേരാട്ടകളൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അതിനെ പിടിച്ച് കടിച്ചു നോക്കാനോ അല്ലെങ്കിൽ വിഴുങ്ങി പോകാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്തുണ്ടാകുന്ന ആ ഒരു ദ്രവം കുട്ടികളുടെ ദേഹത്തൊക്കെ പൊള്ളലുണ്ടാവാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ പല സമയങ്ങളിലും ദോഷം ചെയ്യുന്നതൊക്കെ ആയിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ചേരാട്ടയെ കൊല്ലാൻ വേണ്ടി നമുക്ക് ഓർഗാനിക് ആയിട്ട് സാധനങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം വളരെ അതിജീവന ശേഷിയോട് കൂടി വളർന്നു വരുന്ന ജീവിയാണ്. എങ്ങനെ എന്ത് സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഇഴഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു ജീവി കൂടിയാണ് ചേരാട്ട. അപ്പോൾ ഈ ചേരാട്ടയെ കൊല്ലാൻ നമുക്ക് ജൈവമായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ചൊന്നും നമുക്ക് അതിനെ കൊല്ലാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് വളം വിൽക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ കെമിക്കൽ ഇൻസെക്ടിസൈഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഇൻസെക്ടിസൈഡ് ആണ് കിനാൽ ഫോസ്. അപ്പോൾ കിനാൽ ഫോസ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തുള്ള വളം വിൽക്കുന്ന കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഈ അടപ്പ് തുറന്നിട്ട് ഈ അടപ്പിൻ്റെ പകുതി ഭാഗം കിനാൽ ഫോസ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് കലക്കിയെടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് കലക്കിയെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ലൊരു മിൽക്കി കളറിലേക്ക് ഇത് മാറും. ഇത് നമ്മൾ കലക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം കലക്കാൻ. കണ്ണിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നല്ല ശ്രദ്ധയോട് കൂടി വേണം ഈ ഒരു സാധനം മിക്സ് ചെയ്യാൻ. കലക്കിയ ശേഷം നമ്മുടെ ചെടിച്ചട്ടിയിൽ അതുപോലെ തന്നെ ഗ്രോ ബാഗിലൊക്കെ ഈ മണ്ണിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ ചേരാട്ടുകൾ ഈ മഴക്കാലങ്ങളിലൊക്കെ മുട്ടയിടാൻ വരുന്നതും അതിൻ്റെ പ്രജനനമൊക്കെ ഈ മണ്ണിലാണ്. അപ്പോൾ മണ്ണിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലുള്ള ചേരാട്ടുകളും അതിൻ്റെ മുട്ടകളെല്ലാം ഒറ്റയടിക്ക് നശിച്ചു പോകും. കൂടാതെ തന്നെ നിലത്ത് കിഴഞ്ഞ് നടക്കുന്ന ചേരാട്ടകളുടെ മേൽ ഇത് സ്പ്രേയും ചെയ്ത് കൊടുക്കുക. എന്ത് പോയ്സൺ അടിച്ചു കഴിഞ്ഞാലും ഈ ഒരു ചേരാട്ടകൾക്ക് വളരെ സ്ലോ ആയിട്ടാണത് എഫക്റ്റീവ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് അപ്പം തന്നെ ചിലപ്പോൾ ചത്തുപോകില്ല. ചിലത് ഉടൻ തന്നെ ചത്തുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാലും ചിലത് കുറേയൊക്കെ സമയം പിടിച്ചു നിൽക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എല്ലാം പൂർണ്ണമായിട്ട് ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചെടിച്ചട്ടിൽ ഇതേ സാധനം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ഈ സംഭവം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഈ ചേരാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതിജീവനശേഷിയുള്ള ജീവികളാണ്. അപ്പം ഒരു പ്രാവശ്യം കൊന്നു കഴിഞ്ഞാലും 1 or 2 നമ്മുടെ തോട്ടങ്ങളിൽ മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടികൾക്ക് അടിയിലോ അല്ലെങ്കിൽ എവിടെയും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വന്ന് മുട്ടയിട്ട് വീണ്ടും ആയിരക്കണക്കിന് എണ്ണായിട്ട് പെരുകി. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടവേളകൾ ഇട്ടിട്ട് വീണ്ടും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണം ചത്തു പോവെങ്കിലും നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നു പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വീണ്ടും അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പെരുകി വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒച്ചിൻ്റെ പോലെ തന്നെയാണ് വളരെ പെട്ടെന്ന് മുട്ടയിട്ട് പെരുകുന്ന ഒരു ജീവി കൂടിയാണ് ഈ ചേരാട്ടുകൾ. ഓർഗാനിക് ആയിട്ടുള്ള വേപ്പെണ്ണ അങ്ങനെയുള്ള മിശ്രിതങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ഇവറ്റുകളെ കൊന്നുകളയാൻ സാധ്യത. കുട്ടികളുടെ വീടൊക്കെയാണ്, കുട്ടികളുടെ ദേഹത്തൊക്കെ ചെറിയ പൊള്ളലുണ്ടാവാനൊക്കെ ഈ ഒരു ചേരാട്ടുകളുടെ ശരീരത്തിലെ ദ്രവം കാരണമാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾ ഇതെടുത്ത് വിഴുങ്ങാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. വിഷമുള്ള സാധനം തന്നെയാണ് ഈ ചേരാട്ടുകൾ. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ നിന്ന് വേഗം തന്നെ ഇവറ്റുകളെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കാര്യമായിട്ട് വരാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.